നമസ്കാരം. സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ചതിലൂടെ നമ്മുടെ വർക്കല പാപനാശം ബീച്ചിന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി കിട്ടി. സഞ്ചാരികൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായാണ് ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് പാപനാശത്തെ തിരഞ്ഞെടുത്തത്. ഗോവയിലെ പലോലം, ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ബീച്ചുകൾ. ടൂറിസം വ്യവസായത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വർക്കലയിൽ നടപ്പിലാക്കുന്ന സമഗ്ര വികസന പദ്ധതികൾക്ക് ആവേശം പകരുന്നതാണ് ലോൺലി പ്ലാനറ്റിൻ്റെ ഈ അംഗീകാരം. പ്രകൃതി മനോഹാരിതയ്ക്കും പരിസ്ഥിതി ഘടനയ്ക്കും കോട്ടമുണ്ടാകാതെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും മെച്ചപ്പെടുത്തുമെന്നാണ് അംഗീകാരം സംബന്ധിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഭൗമശാസ്ത്രജ്ഞർക്കിടയിൽ വർക്കല ഫോർമേഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ കുന്നുകൾ പാപനാശത്തിൻ്റെ മാത്രം പ്രധാന സവിശേഷതയാണ്. അതായത് കടലിനോട് ചേർന്നുള്ള കുന്നുകൾ. ഇത്തരം കുന്നുകൾ രൂപപ്പെടുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് പാപനാശം. ഈ കുന്നിൽ നിന്നും ധാതു സമ്പുഷ്ടമായ ഉറവജലം അങ്ങിങ്ങായി ഉത്ഭവിക്കുന്നു. 1000-ലധികം റിസോർട്ടുകളും അനുബന്ധ സംവിധാനങ്ങളും മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. മികച്ച പ്രകൃതി ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിലൂടെ വെൽനസ് ടൂറിസം കേന്ദ്രമായും വർക്കല അറിയപ്പെടുന്നു. താമസത്തിനും ഭക്ഷണത്തിനും പുറമെയാണ് കായിക ഉല്ലാസത്തിന് പുതിയ സംരംഭങ്ങൾ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. പാരാസെയിലിംഗ്, സ്കൂബ ഡൈവിംഗ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾക്കും വർക്കലയിൽ സൗകര്യമുണ്ട്. സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ മാർച്ച് 29, 30, 31 തീയതികളിൽ കേരള ടൂറിസം ഒരുക്കുന്ന രാജ്യാന്തര സർഫിംഗ് ഫെസ്റ്റിവലിന് വർക്കലയിൽ വേദിയാവുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില പോരായ്മകളും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബീച്ചിലെത്തിയ സഞ്ചാരികളിൽ 10ഓളം പേർ മുങ്ങി മരിച്ചത് ബീച്ചിനെ അപകട മേഖലയാക്കുന്നുണ്ട്. കടൽ തീരത്തെ സുരക്ഷയ്ക്ക് ലൈഫ് ഗാർഡുകളുടെ ക്ഷാമം പ്രതിസന്ധിയാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വരവിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടും ആനുപാതികമായി പോലീസുകാരുടെ എണ്ണത്തിൽ ഇതുവരെയും വർധനവുണ്ടായിട്ടില്ല. മേഖലയിൽ കുറ്റവാളികൾ ഒളിത്താവളമാക്കാതിരിക്കാനും ലഹരിക്കടത്ത് തടയാനും പോലീസ് എക്സൈസ് സംവിധാനം ഇനിയും ശക്തമാകേണ്ടതുണ്ട്. നിരീക്ഷണ ക്യാമറകൾ എല്ലായിടത്തും എത്തിയിട്ടില്ല എന്നത് ഒരു ന്യൂനതയാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാലിന്യ സംസ്കരണവും പൂർണ്ണ വിജയമല്ല. അപ്പോൾ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കണം. അങ്ങനെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്കല പാപനാശം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.